എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 20. ഇന്നത്തെ മല്ലു മല്ലൻസ് വീഡിയോയുടെ വിഷയം കോവിഡാനന്തര ഉത്സവങ്ങളിലെ മനുഷ്യൻ്റെ ആത്മാർത്ഥത. ഞാൻ കോവിഡിനു മുമ്പ് തൃശ്ശൂരിലെ പെരുന്നാളുകൾ, അവിടെ പിണ്ടി പെരുന്നാളെന്നും പറഞ്ഞ് അവർ കുറേ പടക്കം പൊട്ടിക്കും, കുപ്പി പൊട്ടിക്കും, ബൾബ് പൊട്ടിക്കും. പക്ഷെ അവരുടെ ഭക്തിക്കോ ജീവിതത്തിനോ ഒരു മാറ്റം വരുത്താതെ ഇതിനൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഞാൻ പെരുന്നാളിൽ എന്ത് ജീവിതം, പെരുന്നാളുണ്ട് എപ്പോൾ ജീവിതം എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് വീഡിയോ ഇറക്കി. അപ്പം ഞാൻ അവരോട് പറയുന്ന ഈ ഘോഷണയ്ക്ക് പുറകിൽ നമുക്കൊരു അർത്ഥം കണ്ടെത്താനായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് കാണണം, കണ്ടെത്തണം. അതും പറഞ്ഞ് അവരുടെ ഈ പ്രകടനം ഞാനൊരു 10-12 വർഷങ്ങൾക്ക് ശേഷം ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ പെരുന്നാൾ കാണാനായിട്ട് പോയപ്പോൾ എനിക്കെന്തോ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സന്തോഷം തോന്നി. കാരണം ആളുകൾ ഈ കോവിഡിന് ശേഷം 2 വർഷം നമ്മളെ പൂട്ടിയിട്ട് ഒരു ഉത്സവമോ പെരുന്നാളോ ഒന്നുമില്ലാതെ നമ്മൾ പൂട്ടിയിട്ട് ദൈവം പരീക്ഷിച്ചപ്പോൾ അതിൽ കുറേ കൺവിക്ഷൻസ്, കുറേ യാഥാർത്ഥ്യങ്ങൾ മനുഷ്യൻ അംഗീകരിച്ച് ആരെയും കൂസാതെ മുന്നോട്ട് പോകാനും ജീവിതത്തെ ആസ്വദിക്കുവാനും ജീവിതത്തെ ഉത്സവമാക്കാൻ അവർ ചെയ്യുന്ന കുറേ സത്യസന്ധമായിട്ടുള്ള കുറേ ഇതുകൾ ഞാൻ ഒബ്സർവ് ചെയ്തു. അപ്പം ഞാൻ ഇത് കാണാനായിട്ട് തന്നെ ഞാൻ ഒറ്റയ്ക്ക് ആരെയും കൂട്ടാതെ ഞാൻ ഒന്ന് ചുറ്റിക്കറങ്ങിയപ്പോൾ ഒരു മുഖങ്ങളിലുള്ള ആത്മാർത്ഥത, ആ സന്തോഷം പങ്കുവയ്ക്കുള്ള ആത്മാർത്ഥത കണ്ട് എനിക്ക് സന്തോഷം തോന്നി. കാരണം ഈ കോവിഡ് 2 വർഷം നമ്മൾ പൂട്ടിയിട്ടപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. കാരണം അതിൽ ചിലതുകൾ മരണം എപ്പോഴും വരാം. പിന്നെ ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ഘോഷിക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ഈ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, സ്വയം സന്തോഷിക്കുക, കുടുംബ ബന്ധങ്ങളെ വളർത്തുക, അതിനെ ശക്തിപ്പെടുത്തുക. ഇങ്ങനെയുള്ള കുറേ നഗ്ന സത്യങ്ങൾ ഞാൻ ഒബ്സർവ് ചെയ്യുന്നതിൽ കാണാനായിട്ട് സാധിച്ചു. എന്നാൽ ഒരു ഉണർവില്ലാതെ ഘോഷിക്കുന്ന ചില കുടുംബങ്ങളും ഞാൻ കണ്ടു. വല്ല ബന്ധുക്കാരോ ആരോ ഒന്നുമില്ലാതെ അവർക്ക് ആവശ്യത്തിനുള്ള പൈസകളൊക്കെ ഒതുങ്ങിക്കൂടുന്ന അങ്ങനെ കുറേ പേരെയും ഞാൻ കണ്ടു. പക്ഷേ ഘോഷം, ഞാൻ മഹാരാഷ്ട്രയിൽ ഗഡ്ചിരോലി ജില്ലയിൽ ഒരു 25 വർഷം ഞാൻ വർക്ക് ചെയ്തപ്പോൾ ഞാൻ അവിടെ കണ്ട ചില നല്ല കാര്യങ്ങൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗണേശോത്സവം എന്നും പറഞ്ഞിട്ട് അവർ ഗണപതിനെ 15 ദിവസം അവിടെ പൂജിച്ച്, അപ്പോൾ ഈ 15 ദിവസം വീട്ടുകാർക്ക്, ആ വില്ലേജിലുള്ളവർക്ക് അവർക്കൊരു സ്റ്റേജ് ഉണ്ടാവും, മൈക്ക് ഉണ്ടാവും, 24 മണിക്കൂർ പാട്ടും, പിന്നെ വൈകിട്ട് എല്ലാ ദിവസവും അവരുടെ പരിപാടികൾ. അപ്പം കുട്ടികൾക്കൊക്കെ അവിടെ മൈക്കിലൂടെ എന്ത് വിളിച്ച് പറയാനും. ഇപ്പോൾ എവിടെയാണ് നമുക്ക് നിയമങ്ങൾ നമ്മുടെ ഈ മെഗാഫോണൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള അനുവാദം നേരത്തെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെയുണ്ട്. അവിടെ കൊച്ചു പിള്ളേർ വരെ കയറി അവർക്ക് എന്തും പറയാൻ തോന്നിയ പക്ഷേ അവർ മത്സരങ്ങളൊക്കെ നടത്തി ആ പരിപാടി ഇത് ചെയ്യുക. പിന്നെ 15 ദിവസം കഴിഞ്ഞ് ഈ ഗണപതിനെ അവർ വിസർജനം ചെയ്യാനായിട്ട്, അതായത് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കിക്കളയാകുമ്പം അവർ പറയുന്ന ഒരു ജൈവിലിയാണ് പിടിച്ചു വർഷം ലൗക്കരുത്, ഗണപതി പപ്പ മാറി പിടിച്ചു വർഷം, ഗണപതി നിനക്ക് ജയം ഉണ്ടാകട്ടെ, നീ അടുത്ത വർഷം വേഗം വരണം, നീ ആഘോഷം. അപ്പം ഞാൻ കണ്ടിരിക്കുന്ന ചില സത്യങ്ങൾ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഗണപതിയുടെ ഉത്സവത്തിൽ അപ്പം ഗണപതിയോടുള്ള ഭക്തിയേക്കാളുപരി ആളുകൾ സന്തോഷം. ഇപ്പം പണ്ട് ഈ തൃശ്ശൂർ ഇപ്പം അമ്പ് പെരുന്നാൾ ഇങ്ങനെ ഘോഷിക്കുമ്പോൾ ഒരു പ്ലേറ്റിൽ വെച്ചിരിച്ചിരി അരിയിട്ട് അതിൽ ആളുകൾ തരുന്ന പൈസയായിട്ട് അതിനെയാണ് അവർ പടക്കം പൊട്ടിച്ചും ഇത് മാലയൊക്കെ അലങ്കരിച്ചും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ കണ്ടു ഒരു പെട്ടിയിൽ രൂപങ്ങളുടെ പടങ്ങളോ രൂപങ്ങളൊക്കെ വെച്ചിട്ട് കൂടി മോഡീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾക്ക് ഭക്തിയുടെ ഒരു കണിശം പോലും അതിലില്ല. അവർക്ക് ഒരു ഘോഷം, ഒരു കൂട്ടായ്മ, ഒരു ആനന്ദം, ആ ഒരു സത്യത്തിലേക്ക് അവർ വളർന്നിരിക്കുകയാണ്. അപ്പം പിന്നെ കോവിഡാനന്തര ശേഷം ഇപ്പോൾ കുറേ പേര് പെട്ടെന്ന് 40-45-50 വയസ്സുള്ളവർ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്കായിട്ട്
കൊഴിഞ്ഞു പോകുമ്പോൾ ഇതൊക്കെ അവർ കണ്ട് ഓക്കെ ഒരു ഭയങ്കര കൺവിക്ഷൻ ഞാൻ ഇന്നത്തെ മനുഷ്യരിൽ കാണാൻ ഓക്കെ എന്ത് സാധാരണ ആണുങ്ങൾ ഇവർ ഈ ബാൻഡ് സെറ്റൊക്കെ വെച്ച് ഡാൻസ് ചെയ്യുമ്പം ഇപ്രാവശ്യം ഞാൻ പെൺകുട്ടികളും ഇതിനനുസരിച്ച് ഇത് ചെയ്യുന്ന താളം വയ്ക്കുന്നതും ഇത് ചെയ്യുന്നതും പിന്നെ അവർ ആണുങ്ങളെപ്പോലെ ഇങ്ങനെ അഴിഞ്ഞാടി ഡാൻസ് കളിക്കുന്നതിൽ ഒരു ഫ്രീഡം അത് ഒരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ നമ്മൾ ജീവിതം ഘോഷിക്കാനായിട്ടുള്ള പിന്നെ മനുഷ്യൻ മരുഭൂമിയാണ് ഓക്കെ അപ്പം കുറേ ഇപ്പം ഞാൻ ഈ ഘോഷങ്ങൾക്ക് എതിരായി ഇരുന്നൊരു മനുഷ്യനായിരുന്നു ഇപ്പം കാരണം ഞാൻ പള്ളിയിൽ അച്ഛനായിരുന്നു ഇപ്പോൾ ശാന്താരൂപതയിൽ ഞാൻ പള്ളിയിൽ അച്ഛനാകുന്നതിന് മുമ്പ് ബ്രഹ്മപുരി എന്ന് പറഞ്ഞ സ്ഥലത്തൊരു 6 മാസം ഞാൻ അവിടെ താമസിച്ചപ്പോൾ അവിടെ ഞാൻ കണ്ട കുറേ സത്യങ്ങൾ അതായത് ഇപ്പം മാത്യു എന്ന് പറഞ്ഞ അച്ഛൻ്റെ പേരിൽ മാത്യു പുണ്യവാളൻ്റെ ദിവസം അവിടുത്തെ വലിയ ആശുപത്രി വലിയ സ്കൂൾ ഇതൊക്കെ ഈ പുള്ളിയുടെ പേരിൽ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്ത് അപ്പം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ അച്ഛനായി കഴിഞ്ഞാൽ ഒരു ഘോഷം ഉണ്ടാവില്ല അപ്പം ഞാൻ 2 മാസം അസിസ്റ്റൻ്റായി എട്ടാപ്പള്ളിയിൽ നിന്നെങ്കിൽ 3 മാസം ഹിങ്ങട്ട് എന്ന് പറഞ്ഞ ചെറിയൊരു സ്റ്റേഷൻ 5-ാം മാസം രേപ്പമ്പള്ളി എന്ന് പറഞ്ഞ വലിയൊരു സ്റ്റേഷനിലേക്ക് എന്നെ ബിഷപ്പ് ഒരു 100 കിലോമീറ്റർ ഹൈവേയിൽ ആ പരിധിയിൽ നമുക്ക് 3-4 പള്ളികളും ഭയങ്കര ഉത്തരവാദിത്തം 180-200 പിള്ളേർ ഒരു ഹോസ്റ്റലൊക്കെ ആയിട്ട് ഉത്തരവാദിത്തം കിട്ടിയപ്പോൾ ഞാൻ ഘോഷിച്ചില്ല ബർത്ത്ഡേ വരുമ്പോൾ ഞാൻ സിസ്റ്റേഴ്സിനോട് ഞാൻ ഫീസ്റ്റേ ഘോഷിക്കുന്നത് ഫീസ്റ്റ് വരുമ്പോൾ ഞാൻ ബർത്ത്ഡേ ഘോഷിക്കുന്നു പക്ഷേ ഇങ്ങനെ ഘോഷമില്ലാതെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഒരു അച്ഛൻ പറഞ്ഞിടാ ഈ ഘോഷം നിനക്ക് വേണ്ടിയിട്ടില്ല നിൻ്റെ പേരിൽ നീ ഇതിൻ്റെ രാജാവാണെങ്കിൽ നിൻ്റെ പേരിൽ ഇവർക്കൊരു ഘോഷിക്കാനുള്ളൊരു അവസ്ഥ അതിനാണ് ഇവർ ഘോഷമായിട്ട് ഇവർ ചെയ്യുന്നത് അപ്പം അത് പോയതിന് ശേഷം ഞാൻ അപ്പം എൻ്റെ പേര് ജെയിംസ് എന്നാകുമ്പോൾ എൻ്റെ ഫീസ്റ്റ് ജൂലൈ 25 പിന്നെ ഹോസ്റ്റൽ ഇൻചാർജ് ഒരു അൻസൽ എന്ന് പറഞ്ഞൊരു പാവം സിസ്റ്ററിൻ്റെ ഫീസ്റ്റ് ജൂലൈ 26 അപ്പം ഞാൻ സിസ്റ്ററിൻ്റെയും എൻ്റെയും ഒരുമിച്ചുള്ള ഹോസ്റ്റൽ ഡേ പോലെ ഓക്കെ ബോർഡിംഗ് ഡേ ആയിട്ട് നമ്മൾ ഇത് ഘോഷിച്ച് അങ്ങനെ മാറ്റി വെക്കുന്നൊരു അവസ്ഥയാണ് കാണുന്നത് അപ്പം പിന്നെ ഞാൻ എൻ്റെ കണ്ണ് തുറന്ന ഞാൻ ഈ പടക്കങ്ങൾ ഇതൊക്കെ പൊട്ടിച്ച് എൻ്റെ കസിനായിട്ട് ഞാൻ ഷെയർ ചെയ്തപ്പം ആ കസിൻ അവൻ ഇലക്ട്രീഷ്യനാണ് അവൻ പറഞ്ഞ ഒരു സത്യമാണ് ഈ ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ ഇതിൽ അപ്പോൾ വഴിയിൽ ഒരു സൈഡിൽ അവർ ട്യൂബ് ലൈറ്റ് ഇടുന്നു ഒരു സൈഡിൽ മാല ബൾബ് ഓക്കെ എന്നിട്ട് ജനറേറ്റർ വെച്ച് എല്ലാം കരുതി കൂട്ടി ഓക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അവൻ പറഞ്ഞ കുറേ ഇലക്ട്രീഷ്യൻസിന് ഈ ദിവസങ്ങളിൽ പണി കിട്ടും പിന്നെ ഭക്ഷണം കാറ്ററിംഗ് മിക്കവരിപ്പം കുക്കിംഗ് അല്ല ചെയ്യുന്നത് അവർ കാറ്ററിംഗുകാരെ ഭക്ഷണം ഏൽപ്പിച്ച് അവർക്കും പണി കിട്ടും പിന്നെ ഈ കച്ചവടക്കാർ അവർക്കും പണി കിട്ടും ഇതല്ല പിന്നെ ഈ ഡെക്കറേഷൻ ഇതെല്ലാം പറഞ്ഞ് അപ്പം കുറേ പേർക്കൊരു ഷെയർ ചെയ്യാനുള്ള വലിയൊരു അവസരമായിട്ട് നീ ഇത് കാണാൻ പറഞ്ഞ് അപ്പം അതും എനിക്ക് വലിയൊരു പോസിറ്റീവായിട്ട് കാണാൻ തോന്നി ഓക്കെ അപ്പം ഈ നമ്മൾ ജീവിതം ജീവിച്ച് തീർക്കേണ്ടതാണ് അപ്പം അതിൻ്റെ ഉള്ളിലുള്ള ദിവസങ്ങൾ നമ്മൾ ഉത്സവമാക്കി കഴിഞ്ഞാൽ ഞാൻ ആളുകളോട് പറയും നമ്മൾ മാലാഖമാരായി പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ സ്വർഗ്ഗമാക്കാം നമ്മൾ പരസ്പരം നരകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേക്കേറി കഴിഞ്ഞാൽ മെക്കെട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തെ നരകാക്കാം ഓക്കെ അത് സത്യം മനസ്സിലാക്കുക എന്നിട്ട് നമുക്ക് ഇനിയും ആത്മാർത്ഥമായിട്ട് ഘോഷങ്ങളെ മുന്നോട്ട് വയ്ക്കാം മുന്നോട്ട് നയിക്കാം ഘോഷങ്ങൾ നമുക്ക് വെൽക്കം ചെയ്യാം സ്വാഗതം ചെയ്യാം ഘോഷങ്ങളെ നമുക്ക് സംഭവമാക്കാം ഓക്കെ ഇപ്പം ഒരു പെരുന്നാൾ ഇപ്പം ഞാൻ പെരുന്നാളിൽ എന്ത് ചെയ്യുന്നു പെരുന്നാളുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു നോട്ടീസ് 12 വർഷം മുമ്പ് ഇറക്കി അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പം കുടിച്ചില്ലായിരുന്നെങ്കിലും ഇച്ചിരി ചേട്ടന്മാരൊക്കെ ഇച്ചിരി കൂടി ഇതൊക്കെ ആയിട്ട് ചെയ്യുമ്പം ഇപ്പം 12 വർഷത്തിനുള്ളിൽ എൻ്റെ 2 ചേട്ടന്മാർ എൻ്റെ പെങ്ങളുടെ ഒരു 46 വയസ്സുള്ള മോനൊക്കെ ഇങ്ങനെ വിട്ടുപോയി ഓക്കെ ഇപ്പം ഈ ഘോഷങ്ങളുടെ ഇടയിലും വീട്ടിൽ ഇവർ പബ്ലിക്കായിട്ടുള്ള കുടിയില്ലേലും കാറിൽ ഇവരിങ്ങനെ കുടിക്കുന്ന എനിക്ക് വിഷമം തോന്നി പക്ഷേ ഒരു നിസ്സഹായ അവസ്ഥ ആണ് ഞാൻ അനുഭവിക്കുന്നത് അപ്പം നമുക്ക് ഈ ഘോഷങ്ങൾ നമുക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഘോഷങ്ങൾ നമുക്ക് നാളെ ജീവിക്കേണ്ടവരാണ് അത് മനസ്സിലാക്കിയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഘോഷങ്ങൾ നമുക്ക് സ്വാഗതം ചെയ്യും അല്ലാത്ത ഘോഷങ്ങൾ നമുക്ക് മാറ്റിവെച്ച് നമുക്ക് വേണ്ടി നമ്മളിപ്പോൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടില്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഓക്കെ ഞാൻ 20 വർഷമായി ശാന്തരൂപതയിൽ പള്ളി വിട്ടിട്ടെങ്കിൽ ഞാനിപ്പം 1800 സ്കൂളുകളിൽ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പം പിള്ളേരോട് ഇങ്ങനെ ഒരു ക്ലാസ് ആദ്യമായിട്ടാണ് അപ്പം ഇപ്പം ഞാൻ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ആശയം
ഷെയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു വലിയൊരു എനർജിയാണ്. മറ്റേത് ഞാനൊരു സ്കൂളിൽ ഒരു ദിവസം ക്ലാസ് എടുക്കാൻ പോയില്ലെങ്കിൽ വിഷമമായിരുന്നു. ഇപ്പം ഞാൻ ഒരു വീഡിയോ ഒരു ദിവസം തയ്യാറാക്കാനായിട്ട് ഞാൻ മുന്നോട്ട് വരുമ്പോൾ അപ്പം ഞാൻ നോക്കുമ്പോൾ തന്നെ ഇതിപ്പം പിള്ളേരെ നിർബന്ധിച്ചിട്ടാണ് പ്രിൻസിപ്പൽ അച്ഛമ്മൊക്കെ ഇത് ചെയ്യുന്നെങ്കിൽ അവരുടെ ചോയ്സാണ്, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കട്ടെ. ഇപ്പം ഞാൻ ഇത് പിള്ളേരോട് കാണാൻ പറയും, കേൾക്കാൻ പറയും. ഇപ്പം ലൈവ് ക്ലാസ് സാൻജോ പബ്ലിക് സ്കൂൾ പാവട്ടിലൊക്കെ നമ്മൾ ലൈവ് ക്ലാസ് നമ്മുടെ ചാനലിലും ഇതിലൊക്കെ ഇട്ടിരുന്നു. ഓക്കെ, അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ ക്ലാസ് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഈ സേവാ സമാജ് ഇന്ത്യ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ലൈവ് ക്ലാസ് കാണാം. ഓക്കെ, അപ്പം വിവരം വയ്ക്കാം, ഏറ്റവും വേണ്ടവരാണ് വിവരം. ആ വിവരം വയ്ക്കാൻ പറഞ്ഞ് ഞാൻ അവരെ ചെയ്യാം. അപ്പം ഇന്നത്തെ നമ്മുടെ വലിയ സന്ദേശം ജീവിതത്തെ ഉത്സവങ്ങളുടെ കൂട്ടായ്മയാക്കൂ, നമ്മൾ ആഘോഷിച്ച് പകർക്കൂ, തിമിർക്കൂ. ആരോഗ്യകരമായിട്ടുള്ള ഘോഷങ്ങൾ നമുക്ക് സ്വാഗതം ചെയ്യാം. അല്ലാത്ത ഘോഷങ്ങൾ ഇപ്പം നമ്മൾ കുടിച്ച് ഇത് ചെയ്തല്ല. ഇപ്പം ഞാൻ കണ്ടിപ്പം ചിലരിങ്ങനെ കുടിച്ച് കഴിഞ്ഞാൽ അവർ പാതിരാത്രി കഴിഞ്ഞിട്ടാണ് അവർ കാറെടുത്ത് പോകുന്നത്. കാരണം വഴിയിലൊക്കെ ഇപ്പോൾ ചെക്കിങ് ഉണ്ടെങ്കിൽ നമ്മളിതിനെ പേടിക്കുന്നത്. അപ്പം നല്ല ഘോഷങ്ങൾ നമുക്ക് വളർത്താം, അല്ലാത്ത ഘോഷങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം ഉത്സവത്തിൻ്റെ ആ ഒരു പ്രതീതി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരസ്പരം സ്നേഹിക്കാനും കുടുംബങ്ങളെ സ്വർഗമാക്കാനും സമൂഹത്തെ സ്വർഗമാക്കാനും നമ്മളല്ലാകുന്ന ഒരു ഇതിൽ നമുക്ക് ശ്രമിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കോവിഡ് ലോക്ക്ഡൗൺ വരെ ചെറിയ 400 രൂപയുടെ ഫോൺ ഉപയോഗിച്ചപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാനായിട്ടാണ് വലിയ ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പം ഈ വീഡിയോ ഇതിൽ ഞാൻ ബേബിയാണ്. ഓക്കെ, അപ്പം ഒരു സജഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗിവ്. ഓക്കെ, ഞങ്ങളുടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്ന വിഷയങ്ങൾ ഹ്യൂമൻ ആനിമൽ ഡിഫറൻസ്, ഡെസ്റ്റിനി ഓഫ് ലൈഫ്, പേർപ്പസ് ഓഫ് സ്റ്റഡീസ്, മനുഷ്യ മൃഗം തമ്മിലുള്ള വ്യത്യാസം, മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം, മനുഷ്യൻ പഠിക്കുന്നത് എന്താണ്. ഇപ്രാവശ്യം നമ്മളൊരു കരിയർ കൗൺസിലിംഗ്, ഇപ്പം നമ്മൾ ഗൈഡൻസാണ് നമ്മൾ സ്കൂളുകളിൽ കൊടുക്കുന്നത്. കരിയർ ഗൈഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് പ്രൊഫഷൻ ഗിവ്സ് യു മോർ മണി, ഏത് പ്രൊഫഷനാണ് നിനക്ക് കൂടുതൽ കൂട്ടുണ്ടാകുന്നത്. കരിയർ കൗൺസിലിംഗ് അക്കോർഡിംഗ് ടു ദ മെൻ്റൽ കേപ്പബിലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് വി മോൾഡ് ദ പ്രൊഫഷൻ. അവരുടെ മെൻ്റൽ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരുടെ ഇതുകളെ നമ്മൾ മോൾഡ് ചെയ്യുന്ന ഒരു ഇതാണ്. ഓക്കെ, അത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുക, ഞങ്ങളെ വിളിക്കുക. മോട്ടിവേഷൻ ക്ലാസ്സിനായിട്ട് നമ്മൾ ടീച്ചേഴ്സിന് ഇത് കൊടുക്കാറുണ്ട്, ട്രെയിനിങ് കൊടുക്കാറുണ്ട്, വർക്ക്ഷോപ്പ് നടത്താറുണ്ട്, ഇത് നമ്മൾ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വെൽക്കം.